ഹായ്, ദിസ് ഇസ് വിജിത അനീഷ് എൻക്ലക്സ് ആർ എൻ ട്രെയിനർ അറ്റ് അഥീന കോച്ചിങ് സെന്റർ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റിറോയിഡ്സ് എടുക്കുന്ന ഒരു പേഷ്യൻറ്റിന്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എടുക്കുന്ന ഒരു പേഷ്യൻറ്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നത് അഡ്രീനൽ കോർട്ടെക്സ് സിന്തസൈസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ഇതിനെ യൂഷ്വലി ഒരു സ്ട്രെസ് ഹോർമോൺ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ഓക്കെ, അപ്പൊ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് റിസീവ് ചെയ്യുന്ന പേഷ്യൻസിന് എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇനി അത് ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഓക്കെ, അപ്പൊ എൻക്ലക്സ് ആർഎൻ പോലുള്ള എക്സാംസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് സ്റ്റിറോയിഡ്സിന്റെ കെയർ. സ്റ്റിറോയിഡ്സ് എടുക്കുന്ന എല്ലാ പേഷ്യൻസിനും നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്യണം. കാരണം സ്റ്റിറോയിഡ്സ് എൻഹാൻസസ് ഗ്ലൂക്കോനിയോജെനിസിസ് ആൻഡ് ലൈപ്പോലൈസിസ്. ബ്ലഡ് ഗ്ലൂക്കോസ് അമൈനോ ആസിഡിൽ നിന്നും ലിപ്പിഡിൽ നിന്നും റിലീസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഗ്ലൂക്കോനിയോജെനിസിസ് ആൻഡ് ലൈപ്പോലൈസിസ്. അപ്പോൾ സ്റ്റിറോയിഡ്സ് എടുക്കുന്ന എല്ലാ പേഷ്യൻസിലും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എലിവേറ്റഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സ് എടുക്കുന്ന പേഷ്യൻസിന് നമ്മളുടെ ബോഡിയിൽ ആന്റിബോഡിയുടെ ഫോർമേഷനെ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇമ്മ്യൂണോ സപ്രസീവ് ആവാനുള്ള ഒരു ടെൻഡൻസിയും കൂടെ ഉണ്ട്. ഇത് സ്റ്റിറോയിഡ്സിന്റെ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേം സ്റ്റിറോയിഡ്സ് എടുക്കുന്ന പേഷ്യൻസ് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുകയും അവർക്ക് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്റ്റിറോയിഡ്സ് എടുക്കുന്ന എല്ലാ പേഷ്യൻസിനും ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മെഷേഴ്സ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു രജിസ്റ്റേർഡ് നഴ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അടുത്തതായി, ഈ മെഡിസിൻ എടുക്കുമ്പം കാണുന്ന കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആണ് ഗ്യാസ്ട്രിക് അപ്സെറ്റ്. അതുകൊണ്ട് തന്നെ സ്റ്റിറോയിഡ്സ് എടുക്കുമ്പോൾ പേഷ്യൻസിനുണ്ടാവുന്ന ഗ്യാസ്ട്രിക് അപ്സെറ്റ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത് അത് വരാതിരിക്കാനുള്ള മെഷേഴ്സ് ആന്റാസിഡ്സോ അല്ലെങ്കിൽ H2 റിസപ്റ്റേഴ്സോ കൂട്ടത്തിൽ കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. സ്റ്റിറോയിഡ്സ് കിട്ടുന്ന ഓരോ പേഷ്യൻസിനും കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ ഡിക്രീസ്ഡ് ആവുകയും അതുവഴി ഓസ്റ്റിയോപോറോസിസിലേക്ക് ലീഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് തന്നെ കാൽസ്യം റീപ്ലേസ് ചെയ്യുന്നത് മറക്കാതിരിക്കുക. സ്റ്റിറോയിഡ്സ് റിസീവ് ചെയ്യുന്ന പേഷ്യൻസിന് ഓസ്റ്റിയോപോറോസിസും ഫ്രാക്ചറും, പ്രത്യേകിച്ച് അത് പ്രായം ചെന്നിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഈ ഒരു ടെൻഡൻസി കൂടും. ഫ്രാക്ചർ വരാനുള്ള ടെൻഡൻസി കൂടുതലായതുകൊണ്ട് പേഷ്യൻസിന് അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ബീങ് എ രജിസ്റ്റേർഡ് നഴ്സ്, ദിസ് ഇസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. ഇത് കൂടാതെ തന്നെ സ്റ്റിറോയിഡ്സ് എടുക്കുന്ന എല്ലാ പേഷ്യൻസിനും ആ എടുക്കുന്ന മെഡിസിന്റെ ടൈം സെയിം ടൈം അറ്റ് ഈച്ച് ഡേ ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറക്കരുത്, മെഡിസിൻ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യരുത്. പേഷ്യൻസ് എടുക്കുന്ന മെഡിസിൻ ലോങ് ടേമിലേക്കാണ് എടുക്കുന്നതെങ്കിൽ നിർബന്ധമായും പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക. പെട്ടെന്ന് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്താൽ ഉണ്ടാകാവുന്ന ലൈഫ് ത്രെറ്റൻഡ് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള അഡിസോണിയൻ ക്രൈസിസ് വരാതിരിക്കാനായിട്ട് മെഡിസിൻ ടേപ്പർ ചെയ്ത് മാത്രം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ രജിസ്റ്റേർഡ് നഴ്സും നമ്മളുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റി ആയി കൺസിഡർ ചെയ്ത് ഓരോ പേഷ്യൻസിനും അതിന്റെ അവയർനെസ് കൊടുത്താൽ സ്റ്റിറോയിഡ്സ് മൂലമുണ്ടാകാവുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. എൻക്ലക്സ് ആർഎൻ എക്സാമിനും അതുപോലെയുള്ള എല്ലാ ഇന്റർനാഷണൽ നഴ്സിംഗ് ലൈസൻസിങ് എക്സാംസിനും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് സ്റ്റിറോയിഡിന്റെ കെയർ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഏതെങ്കിലും ഇന്റർനാഷണൽ നഴ്സിംഗ് ലൈസൻസിങ് എക്സാം അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു.